കാലിക്കറ്റ് മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഡിസംബർ 20 തൊട്ട് 29 വരെയാണ് മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇത് നടക്കുന്നത് നമ്മുടെ മലബാർ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. കോഴിക്കോട്ടെ ഒളവണ്ണ പഞ്ചായത്തിലാണ്. ആസ് യൂഷ്വൽ ലുലു മോള്, ഹൈലൈറ്റ് മോള്, അതേപോലെ ബൊട്ടാനിക്കൽ ഗാർഡനും ഒളവണ്ണ പഞ്ചായത്തിൽ തന്നെയാണുള്ളത്. ഇത് മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് ആണ് ഈ ഗാർഡൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇത് ഏകദേശം ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 8:30 വരെ സമയമുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് പോയത്. ആ സമയത്താകുമ്പം വെയിലൊക്കെ കുറഞ്ഞ് നമുക്ക് പതുക്കെ നടന്ന് ഈ ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ പറ്റും. എൻട്രൻസിൽ തന്നെ പലതരം പെറ്റൂണിയ ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പല വെറൈറ്റി ഓഫ് പെറ്റൂണിയാസിൻ്റെ കളക്ഷൻസ് ഇവരിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് ഇതൊരു മലയാണ്. അപ്പം ഏകദേശം 45 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് പൂവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റീസ് പെറ്റൂണിയാസ് ഇങ്ങനെ നടന്ന്. ഇതെന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോടാണ് ഫ്ലവർ ഷോ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോളൊക്കെ ഇട്ട് കുറച്ച് സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ഒരു വാസ്റ്റ് ഏരിയയും ഫുൾ പ്രകൃതിയോടിങ്ങനെ ഇണങ്ങിയിട്ട് ഈ ഒരു സൗന്ദര്യം സന്ദർശകർക്ക് മനോഹരമായിട്ട് ആസ്വദിച്ച് നടക്കാവുന്നതാണ്. ഇവിടെ ഓട്ടോ സൗകര്യം ഉണ്ട് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്ടോ ഇതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് പൊക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ഒക്കെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീസായിട്ട് ഇപ്പം 60 രൂപയാണ് വാങ്ങുന്നത്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണിത്. ഇവിടെ ഇന്ത്യയിൽ തന്നെ അപൂർവ ഇനം ഏകദേശം ഒരു 400-ലധികമൊക്കെ വൈവിധ്യമാർന്നിട്ടുള്ള സസ്യങ്ങളുണ്ടാവും. ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ല എളുപ്പമായിരിക്കും. എനിക്ക് കോളേജിൽ ഫാർമസി ഹെർബേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മേൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഭയങ്കര ഒരു ചെടിപ്രേമിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെർബേറിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരുന്നു. ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഇവിടെ ഫുള്ള് എല്ലാത്തിൻ്റെയും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെടികളൊക്കെ വാങ്ങാൻ പുറത്താണ്, ഈ ഗാർഡൻ്റെ പുറത്താണ് സെയിൽസിനുള്ളത് വെച്ചിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ പ്രൈസും കൂടുതലാണ്. ഇനിയിപ്പോൾ എന്താ അറിയില്ല. ഞങ്ങൾ 22-ാം തീയതിയാണ് പോയത്. അന്നാണ് ഇവിടുത്തെ ഒരു നൈറ്റിൽ ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി ഉദ്ഘാടനം ഒക്കെ ഉണ്ട്, ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. 29th നവ്യ നായരുടെ ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്ര വെറൈറ്റീസ് ഒന്നും കളക്ഷൻസ് തോന്നിയില്ല. മാത്രമല്ല പ്രൈസും കൂടുതലായിരുന്നു. കാലിക്കറ്റ് ബീച്ചിലാണ് എപ്പോഴും ഫ്ലവർ ഷോ ആണ്. ബീച്ചിലുള്ള ഫ്ലവർ ഷോനൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് ദിവസം പോകുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല വില കുറഞ്ഞ് കിട്ടാറുണ്ട്. ഇതിനിപ്പോൾ ഈ വെച്ച കളക്ഷൻസൊക്കെ ലാസ്റ്റ് 29-ാം തീയതി ഇവർ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് വിൽക്കുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേയിലൊക്കെ പോവുകയാണെങ്കിൽ പൈസ കുറച്ചൊക്കെ അത്യാവശ്യം വാങ്ങാൻ പറ്റുമെന്ന്. ഉണ്ട് ഫേൺസിൻ്റെ ഒരു നമ്മൾ കിണറ്റിലെ സൈഡിലൊക്കെ വളരുന്ന എന്താണ് ബ്രയോഫൈറ്റ്സ് ആണോ ചെറിഡോഫൈറ്റ്സ് ആണോ ദാറ്റ് ഫാമിലി ഓർമ്മയില്ല, അതിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ പുലി ഇങ്ങനത്തെ കുറേ നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു കടുവയിൽ ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഫെസ്റ്റിവലും ഉണ്ട്. ഫുഡിലെ സ്റ്റാൾസൊക്കെ ഇന്നലെ പോയപ്പോൾ കുറവായിരുന്നു. ജസ്റ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ചുകൂടി 29th വരെ കുറേ സ്റ്റാൾസൊക്കെ വരാൻ മതിയാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ പൊതുജനങ്ങളിലെ നമ്മളൊരു സസ്യശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പുതിയ തലമുറയെ ഒരു പ്രകൃതിയോടുള്ളൊരു പ്രിയം വളർത്താനൊക്കെ ആവും ഇവരിങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഓർണമെൻ്റൽ ക്യാബേജാണ്. ഓർണമെൻ്റൽ ക്യാബേജ് നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയ, വെറൈറ്റീസ് ഓഫ് ഹൈഡ്രാഞ്ചിയൻ്റെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഡാർക്ക് എന്താ വെച്ചാൽ ഈ പാത്ത് വേ ഇതിങ്ങനെ പൂക്കൾ കണ്ട് ഇങ്ങനെ നടക്കല്ലേ. ഇതിലൊക്കെ ഹൈഡ്രാഞ്ചിയ ആയിരുന്നു, കുറേ ഉണ്ട് ഹൈഡ്രാഞ്ചിയ. എല്ലാ വെറൈറ്റീസ് ഓഫ് ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡാലിയാസിൻ്റെ കളക്ഷൻസ് ആണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ അമ്മ ഒരു ചെടിപ്രേമി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 മക്കൾക്കും പൂവെന്നുള്ള പേരായിട്ടത് ഡാലിയ. എൻ്റെ ബ്രദർ ഡാലിനാണ്, അതിൻ്റെ ബാക്കി പകുതി ലിയ. സോ ഞാൻ ലിയ ഇങ്ങനെ ഡാലിയ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഈ ഗാർഡനിൽ ആദ്യം തന്നെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കണ്ടത് ഞാൻ ഇവിടെ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വെച്ചിട്ടാണ്. കുറേ ബട്ടർഫ്ലൈസ് ഉള്ള വേറൊരു ഭാഗത്ത് നല്ല പൂക്കളുള്ള കണ്ടിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ കുറവാണ്. ബട്ടർഫ്ലൈ ഗാർഡൻ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെ ഇങ്ങനെ പാർക്ക് ഏരിയയും ഉണ്ട്. ഇനിയും കുറേ നടന്നു പോകാനുണ്ട്. പിന്നെ ഞങ്ങൾ അമ്മയ്ക്കൊക്കെ നടക്കാൻ മടുത്തപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോനെ പോകുന്നു. അങ്ങോട്ടേക്ക് നടന്നു. അപ്പം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ.